ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഡ്രീം ഫാമിലിയുടെ പുതിയൊരു വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ട് ഇതൊരു പുതിയൊരു അതിഥിയും കൂടെ വന്നെത്തുകയാണ്. സർപ്രൈസ് ആണ് ഞങ്ങളത് അങ്ങോട്ട് പോകുന്ന വഴി ഞങ്ങൾക്കത് കാണിച്ചു തരാം. ഞങ്ങളപ്പോൾ അതിനായിട്ട് പോയിക്കൊണ്ടിരിക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങിയേ ഉള്ളൂ. അപ്പൊ നൈസാണ് അമ്മയും കൂടെ ഞങ്ങളോട് ഇന്ന് വരുന്നുണ്ട്. അമ്മേനെ വിളിക്കാനായിട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് വേണം ആളെ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കുറേ നാളായിട്ട് കുറച്ചിപ്പോ ഒരാഴ്ചയായിട്ട് അതിന്റെ പുറകെയായിരുന്നു. അങ്ങനെ കുറെ തപ്പി എന്നാലും ഞങ്ങൾ ആള് എത്താറാവുകയാണ്. ഇന്ന് കയ്യാപ്പിടി അച്ഛൻ്റെ കയ്യാപ്പിടി സ്കൂളിൽ നിന്ന് പ്രോഗ്രാം അതെല്ലാം കഴിഞ്ഞോണ്ട് വന്ന് പിള്ളേർ രണ്ടുപേരും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരിക്കും അതിഥി കൊണ്ടുവരുന്നത്. ആ കയ്യാപ്പി ഉറങ്ങി മിക്ക വണ്ടി ഓടിക്കാണ്. അതിന്റെ തിരക്കില്ല. വണ്ടി ഓടിക്കുമ്പോ നമുക്ക് ഉള്ളിൽ സംസാരിക്കത്തില്ല. ഉച്ചക്കൂടെല്ലാം കഴിഞ്ഞ് ഒരു 2 മണി 2:30 ഏകദേശം. ഇന്ന് വെള്ളിയാഴ്ച ദിവസം ചിക്കയൊക്കെ ഉച്ചക്ക് ജുമ കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി ഞങ്ങൾ ഇത്രയും നേരം നിന്നു. അപ്പൊ നമുക്കൊരു നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ ജുമാക്ക് ശേഷം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെതായിട്ടുള്ളൊരു നല്ലൊരു ഇത് കിട്ടും. അന്നേരം ഞങ്ങൾ ഉച്ചക്ക് ഇക്കായും അച്ഛനും കൊണ്ട് പള്ളി ജുമാക്കെല്ലാം പോയി ഫുഡെല്ലാം കഴിച്ച് ഇതാക്കി വന്നു. ഇന്ന് വെള്ളിയാഴ്ച ദിവസം തോന്നുന്നു മിക്ക സ്ഥലത്തെ ഓണാഘോഷ പരിപാടികളും കാര്യങ്ങളൊക്കെ പുരാടമാണ്. മിക്ക ഓഫീസിലൊക്കെ ഇന്ന് ഇക്കയുടെയൊക്കെ ഓഫീസിൽ നിന്ന് ഓണ സെലിബ്രേഷൻ ആയിരുന്നു. പക്ഷെ ഇന്ന് പോയില്ല. ഹോസ്പിറ്റലിലൊക്കെ പോകണമായിരുന്നു. അതുകൊണ്ട് പോയിട്ടില്ല. നാളെ ഇനി ഉത്രാടം, അതേപോലെ തിരുവോണം. നിങ്ങളുടെയൊക്കെ ഓണ സെലിബ്രേഷൻ ഒക്കെ എവിടം വരെയായി? ഞങ്ങൾക്ക് കൊണ്ടുപോകുന്ന സെലിബ്രേഷൻ ഞങ്ങളത് വേറൊരു വ്ലോഗായിട്ട് എടുത്ത് നമുക്ക് ആ സമയത്ത് നമുക്ക് കാണാം. കയ്യാപ്പി ഓണത്തിന്റെ അവിടെ സ്കൂളിലൊക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നു. അതെല്ലാം കഴിഞ്ഞ് വന്ന് വണ്ടി സ്കൂളിൽ നിന്ന് വന്നപ്പോ തൊട്ട് വയ്യ ഉറക്കം വരുന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ വണ്ടി കയറിയപ്പോ നല്ല സുഖമായിട്ട് കിടന്നോണ്ട് ചാഞ്ഞ് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ആദ്യം നടുക്കിരിക്കണോന്ന് പറഞ്ഞു. അച്ചു ആദ്യമേ കയറി ഇരുന്നോണ്ട് അറ്റത്ത് പോയിരുന്ന് ഉറങ്ങിയതാണ്. ഇന്ന് വൈകിട്ട് തന്നെയാണ് കയ്യാപ്പിയുടെ അച്ഛൻ്റെയൊക്കെ ട്യൂഷൻ ക്ലാസ്സിലെ പ്രോഗ്രാം. എനിക്ക് തോന്നുന്നു എല്ലായിടത്തെയും സെലിബ്രേഷൻ ഇന്ന് തന്നെയാന്ന് തോന്നുന്നു. ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് ചെന്നിട്ട് വേണം ഇവരെ ഒരുക്കിക്കൊണ്ട്, ഇപ്പൊ സാധാരണ നോർമൽ ഡ്രസ്സായിട്ട് ഇവിടെ ചെന്നിട്ട് പട്ടോടെ ഇതെല്ലാം ഇട്ടോണ്ട് ഇവര് അവിടെ ചെന്നിട്ട് ഒരുക്കിയിട്ട് വിടാനായിട്ട്. അവിടെ ഉണ്ട് പ്രോഗ്രാം, വടം എന്തൊക്കെയോ പ്രോഗ്രാം ഉണ്ടെന്ന് മിസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ട്യൂഷൻ ക്ലാസ്സിൽ പോകണം. അവിടെ വടംവലി ഉണ്ട്. അവിടെ പിന്നെ എല്ലാ ഓണത്തിനായാലും ക്രിസ്മസിനായാലും ഇഷ്ടംപോലെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ അച്ഛൻ നേരത്തെ 4 മണിക്ക് എല്ലാം വേണ്ടി പറഞ്ഞു ഇവിടുന്ന് ചെന്നിട്ട് വേണം ഇവരെ ഒരുക്കിയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എന്തുവാണ് ആ സർപ്രൈസ്. നൈസയുടെ അമ്മ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് കൂട്ടിക്കൊണ്ട് വന്നു. ഒരു 10-20 മിനിറ്റ് നമ്മളോട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നമ്മളെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. 10-20 മിനിറ്റ് കൊണ്ട് ഒരു 1/4 മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ആ സമയത്ത് ഇക്കായും പിള്ളേരുടെ കളികളൊക്കെ തുടങ്ങി. ആ പുതിയ അതിഥിക്ക് വേണ്ടിയുള്ള പേപ്പർ വർക്കൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്തൊക്കെ ഇക്ക സൈൻ ചെയ്തെല്ലാം കൊടുത്തു. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ അതിഥി. നമ്മളൊരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തു. അപ്പോൾ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അൽഹംദുലില്ലാഹ് നല്ലതായിട്ട് നടന്നു. അങ്ങനെ ഞങ്ങൾ കീ ഹാൻഡ് ഓവർ ചെയ്തു. മറ്റൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ അച്ഛനെ LKG UKG ഷീബ മിസ് ഉണ്ട്. അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മിസ്സായിരുന്നു. ആ മിസ്സിന്റെ മുകളിൽ നിന്ന് തന്നെയാണ് കീ ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്തത്. അങ്ങനെ കീ ഹാൻഡ് ഓവർ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളാരും ഇതുവരെ ഇലക്ട്രിക് വണ്ടി യൂസ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പം അതിൻ്റെ ടെക്നിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് മെക്കാനിക്ക് പറഞ്ഞു തന്നു. ചാർജ് ചെയ്യേണ്ട രീതിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവിനൊക്കെ പോയത്. ആദ്യത്തെ ഫസ്റ്റ് ഡ്രൈവ് വാപ്പിയും മക്കളും കൂടി തന്നെയായിരുന്നു. അവരിതാ കുറച്ച് ദൂരം വെറുതെ ഒന്ന് ചുറ്റി അടിക്കാൻ വേണ്ടി പോയി. ഒരു റൗണ്ടെല്ലാം അടിച്ച് ചുറ്റിക്കറങ്ങിതാ വാപ്പിയും മക്കളും എത്തിക്കഴിഞ്ഞു ഗൈസ്. അങ്ങനെ വണ്ടി ഇറക്കി ഗൈസ്. ഫസ്റ്റ് ഡ്രൈവിങ് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ തിരികെ ഷോറൂമിൽ നിന്ന് ഇറങ്ങി നേരെ ഇനി അമ്മേനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം നമുക്ക് തിരിച്ച് വണ്ടി എടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് പോകാനായിട്ട്. അങ്ങനെ അമ്മേനെ ആക്കാൻ പോകുന്ന വഴി നമ്മൾ ജസ്റ്റ് ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി
പഴംപൊരിയും ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ അമ്മേനെ ആക്കാനായിട്ട് പോയത്. അപ്പോൾ അവിടെ കയറിയ ടൈമിലാണെങ്കിൽ നമ്മൾ 2 കോഫിയും ബാക്കി ചായയാണ് ഓർഡർ ചെയ്തത്. നമുക്ക് കിട്ടിയ ചായക്കാണെങ്കിൽ ഒട്ടും മധുരം ഉണ്ടായിരുന്നില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ രണ്ടാമത് അവിടുന്ന് പഞ്ചസാരയൊക്കെ വാങ്ങിച്ച് ചായയിലിട്ട് കലക്കി കുടിച്ചിട്ടൊക്കെയാണ് നമ്മൾ അവിടുന്ന് ഇറങ്ങിയത്. ഞങ്ങൾ നൈസാട് അമ്മേനെ കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കി. ഇനി ഇത് തിരിച്ച് വണ്ടി എടുത്തിട്ട് ഞങ്ങൾ അവിടെ തന്നെ വെച്ചിരിക്കുവായിരുന്നേ. ഇനി ചെന്നിട്ട് പോകുന്ന വഴിയില് കാരണം വെച്ചാൽ ആ വണ്ടി നമുക്ക് അവര് ചെറിയൊരു ഒറ്റ ബാറ്ററി കട്ട അവർ ചാർജ് വെച്ചിട്ടുണ്ട്. അതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് അവിടുന്ന് ഒരു 25-30 കിലോമീറ്റർ കിട്ടത്തുള്ളതെന്നാ പറഞ്ഞ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും കിട്ടത്തില്ല. അപ്പൊ ഞങ്ങള് തിരിച്ച് അമ്മേനെ കൊണ്ട് വിടില്ല, പ്ലസ് അവരെ വീട്ടിൽ കൊണ്ടാക്കി നേരെ അവിടെ ഷോറൂമിൽ ചെന്ന വണ്ടി എടുക്കുക പോവുക. പിന്നെ അവിടെ ചെന്നിട്ട് കയ്യാപ്പിക്കും അവരുടെ ട്യൂഷൻ ക്ലാസ് സെലിബ്രേഷൻ അല്ല, അവിടെ ചെന്ന് ഒരുക്കിയൊക്കെ വേണം വിടാനുണ്ട്. 4 മണിക്ക് ഓൾറെഡി തുടങ്ങി കാണും. അവിടെ ചെന്നിട്ടാണ് ഇന്നെ കൊണ്ടാക്കാനായിട്ട്. അങ്ങനെ തിരികെ നമ്മൾ ഷോറൂമിൽ നിന്ന് വന്ന് വണ്ടി എടുത്തു ഗൈസ്. അപ്പം ഇക്കയും പിള്ളേരും കൂടി നേരെ കാറിൽ പോയി. ഞാനും എന്നെയും കൂടി നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിലോട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് എത്ര ഞങ്ങൾ വെച്ചടിച്ച് സ്പീഡിൽ പോയപ്പോ ഈ വണ്ടി 25-ലേ വരത്തുള്ളൂ. എന്റെ പൊന്നെ, വളരെ സാവകാശം സമാധാനത്തിൽ കൂടെ പോവാം. എവിടെയെങ്കിലും അത്യാവശ്യപ്പെട്ട് പോകണം എന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ മുന്നെങ്കിലും നമ്മൾ ഇറങ്ങുക. മനഃപൂർവ്വം ഞങ്ങൾക്ക് ഈ വണ്ടി എടുത്തു തന്നാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ 2 പേര് സ്പീഡാണ്. ഞങ്ങളുടെ സ്പീഡ് മനഃപൂർവ്വം കുറക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വം എടുത്തതാണ്. എന്റെ പൊന്നെ, അവിടെ നിന്ന് ഇവിടം വരെ എത്തിച്ച പാട്. ചിലപ്പോ ആദ്യമായിട്ട് ഓടിക്കുന്നുണ്ടായിരിക്കട്ടെ ഞങ്ങൾക്ക് ഇത്രയും പാട്. ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെയൊക്കെ പ്രശ്നം മാറും ഞങ്ങൾ വിശ്വസിക്കുന്നു. തലയുടെ ഷാളെല്ലാം അവിടെ പറന്ന് അവിടുന്ന് ഇവിടം വരെ വണ്ടി ഓടിച്ചു ഭ്രാന്തിനെ കണക്കാക്കിയ വണ്ടി വരാൻ താമസിച്ചുകൊണ്ട് കയ്യാപ്പിനെയൊക്കെ ഒരുക്കാൻ താമസിച്ചു. 4 മണിക്ക് പ്രോഗ്രാം വരും. ഇപ്പം 4:30 ഏകദേശം. അച്ചു ഒരുങ്ങി അങ്ങോട്ട് പോയി. പാവം കയ്യാപ്പി ടെൻഷൻ പിടിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുക. എൻ്റെ പൊന്നെ, താമസിച്ചുകൊണ്ട് ഒരു വിധത്തിൽ 2 പേരും കൂടെ വെപ്രാളം എല്ലാം പിടിച്ച് ഒരുക്കി. അന്നേരം ഇക്ക പറഞ്ഞ നിങ്ങൾ കൊണ്ടുപോയാൽ ശരിയാത്തില്ല, ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് ഇക്ക പുതിയ വണ്ടിയിൽ തന്നെ 2 പേരായിട്ട് പോയി. അപ്പോൾ അവർക്ക് ഓണ സെലിബ്രേഷൻ അവർക്ക് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അച്ചുവിന് പിന്നെ ലഡുവും കയ്യാപ്പിക്ക് ശർക്കര വരട്ടി അതൊക്കെ എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്ത് അങ്ങനെ ഇക്ക തന്നെ അവരെ കൊണ്ടാക്കി. അതിൻ്റെ തൊട്ട് പുറകെ ഞങ്ങളും കൂടെ പോയി. അത് അത്രയും ലേറ്റ് ആയതുകൊണ്ട് മിസ്സിനോടും കൂടെ ഒരു ക്ഷമ പറയണമല്ലോ, അതുകൊണ്ട് ഞങ്ങളും കൂടെ പോയി. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസും കൂടെ ഉണ്ട്. വാങ്ങാനുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഭയങ്കര തിരക്കോട് തിരക്ക്. പിന്നെ നമ്മൾ ഒരു വിധത്തിൽ ഓടിപ്പിടിച്ച് സാധനമൊക്കെ എടുത്ത് അവിടെ ആണെങ്കിൽ വീഡിയോ അലൗഡ് അല്ലെന്ന് അവർ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ കൂടുതൽ എടുക്കാനും പറ്റിയില്ല ഗൈസ്. അവിടെ നിൽക്കാക്ക ഒരു ഷർട്ട് നോക്കാൻ ഞങ്ങൾ നേരെ മുല്ലക്കലോട്ടാ വന്ന. മുല്ലക്കൽ ഇത് കണക്കിന് ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ നിറച്ചു ആളായിരുന്നു. അവിടെ ഇങ്ങനെ ഒരു കുമാരം കണക്കിന് ഓരോ ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്ത് കൂട്ടിയിട്ടിരിക്കുമായിരുന്നു. പിന്നെ അതിനകത്തുനിന്ന് ഓരോന്ന് നോക്കി ഇക്കാക്ക് ഒരു ഷർട്ട് സെലക്ട് ചെയ്ത് പിന്നെ അതൊന്ന് ഞങ്ങൾ ഒന്ന് ഇട്ട് നോക്കി. അവസാനം അത് തന്നെ സെലക്ട് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നേരെ ഞങ്ങൾ കണ്ണമുറുക്കി പാലത്തിൻ്റെ അവിടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. അവിടെ ലൈറ്റും കാര്യങ്ങളായിട്ട് നല്ലൊരു വൈബ് തന്നെയായിരുന്നു. അവിടുന്ന് ഞങ്ങൾ 3 ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള മൊജിറ്റാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. 5 മിനിറ്റ് പോലും എടുത്തില്ല, ഞങ്ങൾക്ക് സാധനം കിട്ടി. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുവഴി പോകുന്ന ആരെങ്കിലും മസ്റ്റായിട്ട് കണ്ണുമുറുക്കി പാലത്തിന് ആ മൂല കടയുള്ളത് അവിടെ പോയിട്ട് എന്തായാലും നമ്മൾ കുടിച്ച് നോക്കണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗായ്സ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.